തളരല്ലേ മാരാറേ, വിഷയം മാറ്റല്ലേ. അഖിലെ, പണ്ട് നീ സ്റ്റാർ ആയിരുന്നു, ഇപ്പൊ നീ ഫീൽഡ് ഔട്ട് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാനാടാ? നീ എന്തിനാടാ എന്റെ തലക്ക് കയറുന്നത്? നീ എന്റെ തലയിലോട്ട് എന്തിനാടാ കയറുന്നതിന്? ഇനി നീ എന്താ ചെയ്യാൻ പോകുന്ന അഖില? ഇനി നീ അടുത്ത ഒരാഴ്ച നിന്റെ വീട്ടിൽ അരി വാങ്ങാൻ പോകുന്നത് എന്നെ വിട്ടിട്ടായിരിക്കും. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. അഖിലെ, കേക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നത് കേൾക്കാതെയോ? ഈ ഉടായ്പ ക്രിപ്റ്റോ നീ ഒരു എടാ നാണം കെട്ടവനെ, എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് സംസാരിക്കടാ. ഉടായ്പ ക്രിപ്റ്റോ അല്ലല്ല, ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉടായ്പ ക്രിപ്റ്റോ ഒരു തെളിവ്. നീ എടാ ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെ എന്റെ കണ്ടന്റ് ആവുക? നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ റീച്ചും നീ തന്നെ പോയിട്ട് നോക്കടാ. നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഞാനല്ലടാ നിന്റെ കണ്ടന്റ്. ഇനി എന്റെ പേര് വെച്ചിട്ടല്ല അടുത്ത ഒരാഴ്ച നീ റീച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അടുത്ത ഒരാഴ്ച എന്റെ പേര് പറഞ്ഞുള്ള വീഡിയോസിലല്ലടാ നീ അരി വാങ്ങാൻ പോകുന്നത്. നിന്റെ വീട്ടിലേക്കുള്ള അരി വാങ്ങാൻ പോകുന്ന അടുത്ത ഒരാഴ്ച എന്റെ പേര് വെച്ചിട്ടല്ലടാ. അല്ലേ അതന്നെല്ലാം നടക്കാൻ തോന്നുന്നു അഖിലെ. നാളെ നീ ഒരു വീഡിയോ ഇടും, മറ്റന്നാളെ നീ ഒരു വീഡിയോ ഇടും, അതിന്റെ അപ്പുറത്തെ ദിവസം നീ ഒരു വീഡിയോ ഇടും, അല്ലേ? മോനെ ഒരു മിനിറ്റ്, നീ എന്റെ ഒരു മാറ്ററേ അല്ല. നീ ഇവിടുത്തെ ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ സംസാരിക്കാൻ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് വലിയ വിഷയം? അവസാനം സംസാരിച്ച വലിയ വിഷയത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞേ, നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എടാ നീയും ഞാനല്ലോ ഒരേ യൂണിവേഴ്സ് തന്നെയാടാ. നീ എന്തോ വലിയ ഏലിയനാന്ന് വിചാരിക്കുന്നുണ്ടാ നീ? നീ ഒരു നോർമൽ കാർണവർ മൈൻഡുള്ള ഒരു നോർമൽ ഇൻഫ്ലുവൻസർ, അത്രേ ഉള്ളൂ. നീ അത്ര വലിയ ഡിഫറന്റ് ഒന്നും അല്ലാകില്ലേ? നീ ഒരു നോർമൽ, നീയും ഞാനും ഒരേ യൂണിവേഴ്സാ.